ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വർഗീസാണ്. വർഗീസ് ഫ്രം ട്രിവാൻഡ്രം. അദ്ദേഹം തിരുവനന്തപുരത്ത് വലിയ തുറക്കാരനാണ്, ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അപ്പോൾ ഇതാണ് മേക്ക് ഓവർ എന്നൊക്കെ പറയുന്നത്, കണ്ടില്ലേ? മത്സ്യത്തൊഴിലാളിയിൽ നിന്നും യൂറോപ്പിലെ ട്രക്ക് ഡ്രൈവർ ജോലിയിലേക്ക് വന്നത് തന്നെ ഒരു വല്ലാത്ത എന്നുവെച്ചാൽ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പം അദ്ദേഹത്തിന് നമ്മൾ എന്താ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കഴിവാണ്. അദ്ദേഹത്തിന് നല്ല കഴിവുള്ള വ്യക്തിയാണ്. നാട്ടിലെ അധികം ഹെവി ട്രക്കൊന്നും ഓടിച്ചിട്ടില്ലല്ലോ. എത്ര കൊല്ലം ഓടി? 1.5 വർഷം മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ 1.5 വർഷം കൊണ്ട് നാട്ടിൽ ട്രക്ക് ഓടിയ ആളാണ് ഇവിടെ വന്ന് ഇവിടെ ട്രക്ക് ട്രെയിലറൊക്കെ ഓടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് സാധാരണക്കാരായ എല്ലാവർക്കും കഴിയുന്നതേ ഉള്ളൂ. അപ്പം അത് ആരും ഇതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ്. ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരെ കൊണ്ടും കഴിയും. അപ്പോൾ അതിന് തെളിവാണ് ദേണ്ടേ വർഗീസ്. കണ്ട, മത്സ്യത്തൊഴിലാളി മേഖലയിൽ നിന്നും അദ്ദേഹം യൂറോപ്പിലെ ട്രക്ക് ഡ്രൈവർ മേഖലകളിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ നമുക്ക് എത്ര പ്രശംസിച്ചാലും മതി വരില്ല. കാരണം അതൊരു കഴിവ് തന്നെയാണ്. ഓക്കെ, ഞാനൊക്കെ എത്ര കൊല്ലമായി, എനിക്ക് തോന്നുന്നു ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ ഞാൻ വന്നിട്ട് 1999-2000 വരുന്നത്. ഇപ്പോൾ ഏകദേശം 24 വർഷമായി. അപ്പോൾ ഞാൻ വർഷങ്ങൾ കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാത്തതാണ്. ഇപ്പോൾ അദ്ദേഹം വെറും 1.5 വർഷം മാത്രമേ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ട്രെയിലർ ട്രക്ക് ഓടിക്കുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ആയിട്ട് പോകേണ്ടി വന്നു. അതാണ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞങ്ങളിന്ന് പോകുന്നത് ഇറ്റലിയിലേക്ക്. ഇറ്റലിയുടെ ബോർഡറാണ്, കോപ്പർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഓക്കെ, അപ്പോൾ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നോവാഗ്രോയിസ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ലുബ്ലിയാന കോപ്പർ ഹൈവേ ആണ് ഈ കാണുന്നത്. നമുക്ക് സൈഡിലൊക്കെ മഞ്ഞ് കാണാം, സ്നോ. എനിക്ക് തോന്നുന്നു ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും ഇല്ലായിരുന്നു, മഴയായിരുന്നു. ഇതേ കണ്ടില്ലേ, ആ മലകളിലൊക്കെ സ്നോ ഇറങ്ങി കിടക്കുന്നുണ്ടോ? അതിമനോഹരമായ കാഴ്ചയാണ് അവിടെ. അപ്പോൾ പറഞ്ഞു വന്നത്, വർഗീസിൻ്റെ ടൈം കഴിഞ്ഞ് എൻ്റെ ടൈമിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 4:30 മണിക്കൂർ എനിക്ക് വണ്ടി ഓടിക്കാം. അപ്പം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മെർസിഡീസ് ബെൻസിൻ്റെ ആക്ടേഴ്സാണ്. ആക്ടേഴ്സിൻ്റെ ഏതാണ് മോഡൽ? ഇത് ആക്ടേഴ്സാണ് മോഡൽ. എല്ലാം ഓട്ടോമാറ്റിക് ഗിയറാണ്. ഇതിൻ്റെ ഗിയർ ലിവർ ഇതായിട്ട് കാണുന്നു. ഓക്കെ, ഈ ഡ്രൈവിന് ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ എഞ്ചിൻ ബ്രേക്ക്. ഇപ്പം നമ്മൾ പോകുന്നത് 87 കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ സെറ്റ് ചെയ്തിട്ട് 87 കിലോമീറ്റർ കൂടുതൽ, 89 കിലോമീറ്റർ കൂടുതൽ കയറത്തില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക് എഞ്ചിൻ ബ്രേക്ക്. അപ്പോൾ നമ്മൾ ടണലിലേക്ക് കയറുകയാണ്. ടണലാണ്. ടണലിലെ കാഴ്ചകൾ കണ്ടു. ടണലിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കുതിരയും ടണൽ വരുന്നതിന് ആ റൂട്ട് ഞാൻ വണ്ടി പക്ഷേ ആലപ്പി പാർട്സ് അന്ന് കുതിരേൻ്റെ പണി തുടങ്ങിയിട്ടില്ല. അത് 2014 പിന്നെ അതിനുശേഷം ഞാൻ അങ്ങ് ഒമാനിൽ പോയി. കുതിരേൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ടണലിൽ കയറി. നാട്ടിൽ ടണലിൽ വണ്ടി ഓടിച്ചിരിക്കുന്നത് ബോംബെയിലാണ്. ആ വീഡിയോസ് എൻ്റെ പഴയ ഫേസ്ബുക്കിനകത്തൊക്കെ കാണണം. കണ്ടാല ഞങ്ങൾ ഇവിടെ പോയി ജയ്പൂർ പോയ വീഡിയോ. പിന്നെ ടണൽ ഓടിക്കുന്നത് സ്ലൊവേനിയയിലാണ്. നാട്ടിലൊന്നും ടണലിൽ വണ്ടി ഓടിയിട്ടില്ല. പിന്നെ ഒമാനിൽ ടണലുണ്ടായിരിക്കും. ഞാൻ ആ ഭാഗത്തൊന്നും ഓടിയിട്ടില്ല. അവിടെ കൽപ്പത്തിനെ എക്സ്പ്രസ് ഹൈവേയുടെ ഡ്യൂട്ടിയിലായിരുന്നു. അതുകൊണ്ട് മലകളിലായിരുന്നു കൂടുതൽ ഓട്ടം. മലയിൽ കൂടുതലുണ്ട്, മലയിലാണ് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടണലിൽ ഞാൻ ബോംബെയിൽ ജയ്പൂർ പോയതിന് ശേഷം ഇപ്പോഴാണ് ടണൽ വഴി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ട്രെയിനിയാണ്, ഇപ്പോഴും ട്രെയിനിയാണ്. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാം. ലൈസൻസ്, എല്ലാ സർട്ടിഫിക്കറ്റും, എല്ലാം 95 എല്ലാം കിട്ടി. ടാക്കോ കാർഡ് എല്ലാം കിട്ടി. അപ്പം എന്താ പറയുക, എനിക്ക് വണ്ടി ഓടിക്കാം. പക്ഷേ ഇപ്പോഴും ഞാൻ ട്രെയിനിയാണ്. എനിക്ക് സ്ഥിരമായിട്ട് വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി കിട്ടണമെങ്കിൽ കമ്പനി പറയും ഇപ്പോൾ
ഇപ്പോൾ പറയുമെന്ന് എനിക്കറിയില്ല. സാലറിയൊക്കെ എനിക്ക് കഴിഞ്ഞ മാസം മുതലേ വീണ് തുടങ്ങി. സാലറി എല്ലാം കിട്ടും, ഡ്രൈവറുടെ സാലറി തന്നെയാണ്. പക്ഷേ വണ്ടി കിട്ടുന്നത് ഒരു കമ്പനി പറയും, അപ്പോഴേ നമുക്ക് വണ്ടി കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വണ്ടി എനിക്ക് കിട്ടുമായിരിക്കും. വർഗീസിൻ്റെ പുതിയ വണ്ടി, ഈ വണ്ടിയല്ല വർഗീസ് ഞങ്ങളുടെ വണ്ടിയല്ല, ഞങ്ങളുടെ ഡഫാണ്. ഓക്കെ, വർഗീസിൻ്റെ വണ്ടി. അതിനകത്ത് റീഫറിൽ ഫ്രീസർ ഇല്ലാത്തത് കൊണ്ട്, ഇത് ഫ്രീസർ സാധനമാണ് ഇതിനകത്ത് മുഴുവൻ കയറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ വണ്ടി, ഫ്രീസറുള്ള വണ്ടി തന്നു. അത് ഡഫാണ്, ഞങ്ങൾ സ്ഥിരമായിട്ട് വണ്ടി. അപ്പോൾ അത് വേറെ ആളിന് കൊടുത്തിട്ട് ഈ ഫ്രീസർ വണ്ടി ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഈ തൽക്കാലം ഈ ഓട്ടോ ഓടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ആ വണ്ടി, ആ ഡഫ് വണ്ടി മിക്കവാറും എനിക്ക് കിട്ടും. വർഗീസിൻ്റെ പുതിയ വണ്ടി, റിനോൾട്ടിൻ്റെ വണ്ടി കിടപ്പുണ്ട്, ഇനി വരാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ വർഗീസിൻ്റെ പുതിയ വണ്ടി കിട്ടും. വർഗീസിനും സെയിം ഡ്യൂട്ടി തന്നെ ആയിരിക്കും, പക്ഷേ ലോങ് ആയിരിക്കും. ബക്കറിനാണ് വർഗീസ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അടുത്തടുത്തുള്ള ട്രിപ്പുകളാണ് ഓടുന്നത്. ആ ഓട്ടം ഞാൻ ഓടിയിട്ട് വർഗീസിന് ലോങ് ട്രിപ്പ് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ്, പൊതുവെ അങ്ങനെയാണ് എല്ലാ ഡ്രൈവർമാർക്കും അങ്ങനെയാണ് കൊടുക്കാറുള്ളത്. അതുപോലെ ആയിരിക്കും എനിക്കും. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെറിയ ചെറിയ ഓട്ടങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോങ് ഓട്ടം ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ. വന്നപ്പോൾ അവൻ്റെ വർഗീസിൻ്റെ ട്രാഫിക് വയലേഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി ഓടിക്കും. അപ്പോൾ കമ്പനി പെർമിഷൻ തന്നിട്ടുണ്ട് എനിക്ക് വണ്ടി കൊടുക്കാമെന്ന്, വണ്ടി ഓടിക്കാം. പക്ഷേ അത് വർഗീസും കൂടെ ഉള്ളപ്പോഴും മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഇതുവരെ വണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടുമായിരിക്കും, അത് ഇനി എപ്പോഴും കിട്ടുമെന്നും അറിയില്ല. പക്ഷേ എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ വണ്ടി ഓടിക്കുന്നുമുണ്ട് ഡെയിലി. അത് ഒറ്റയ്ക്ക് ഓടാൻ തുടങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഓടുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ടീച്ചറാണ് വർഗീസ്, ഇവിടുത്തെ ആശാൻ കേട്ടോ. അപ്പോൾ വർഗീസിനെ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ. നമ്മളെ വലിയതുറ പാലത്തിലെടുത്ത സൂസഭാഗ്യം അച്ചായൻ്റെ മോനാണ്. നിങ്ങൾ എത്ര മക്കളാണ്? 3 പേര്. മൂത്ത മോനാണ് സൂസഭാഗ്യം അച്ചായൻ്റെ മൂത്ത മോനായ വർഗീസ്. ഇതായിട്ടിരിക്കും ചിരിച്ചു കാണിച്ചൊരു ഹായ് പറയണ. ഫ്രണ്ട് ക്യാമറ വർക്കല്ലേ ഇതിൽ? ഫ്രണ്ടിലോട്ട് മാറാമില്ല. ഇതിലൂടെ മാറണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് എത്ര മിനിറ്റ് ആയിടാം? 5. അപ്പോൾ വീഡിയോ എടുത്ത് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. തിരിച്ചു വരുമ്പം പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരും. ഇതെല്ലാം എപ്പോഴും അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് എഡിറ്റിംഗ് ഒന്നുമില്ല, അല്ലാതെ